അത്യന്തം ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച്. അന്തിയുറങ്ങാൻ സ്ഥിരമായ ഒരു അടച്ചുറപ്പുള്ളൊരിടം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ കോഴിക്കോട് കളക്ടറേറ്റ് പടിക്കൽ ജീവിതത്തിൽ ഇങ്ങനെ തെരുവിൽ ഇരിക്കേണ്ടി വരുന്നത്. ഇന്നലെ രാത്രി വൈകിയാണ് പടിക്കലിൽ നിന്ന് അവർ പോയിരുന്നത്. കുന്നമംഗലത്ത് ഒരു സുഹൃത്ത് ഒരുക്കി നൽകിയ വീട്ടിൽ ആണ് അവർ അന്തിയുറങ്ങിയിരുന്നത്. പക്ഷേ രാവിലെ വീണ്ടും അവർ കളക്ടറേറ്റ് പടിക്കലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. തങ്ങളുടെ ഉപജീവന മാർഗമായ ആടും അതിനെയൊക്കെ കൂട്ടി തന്നെയാണ് പടിക്കൽ ഈ സമരം ഇരിക്കുന്നത് എന്നുള്ളതാണ്. അധികൃതർ കണ്ണു തുറന്ന് കാണണം, താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുമെന്നൊരു പ്രതീക്ഷ ആ കുടുംബത്തെ സംബന്ധിച്ചുണ്ട്. അതായത് ഇന്നലെയൊക്കെ അധികൃതർ ബന്ധപ്പെട്ട് പറഞ്ഞത് താൽക്കാലികമായി താമസിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കി നൽകാമെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് സ്ഥിര സൗകര്യമാണ് വേണ്ടത്, സുരക്ഷിതത്വമാണ് വേണ്ടത് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ ആവശ്യം. നമുക്ക് ഉമ്മയുടെ പ്രതികരണത്തിലേക്ക് പോകാം. ഉമ്മ, ഈ താൽക്കാലിക സൗകര്യമെന്ന് പറഞ്ഞതാണ്, ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഇന്നിപ്പോൾ കളക്ടർ മീഡിയമൊക്കെ സംസാരിക്കുന്നതാണ് അറിയിച്ചിട്ടുള്ളത്. പ്രതീക്ഷയുണ്ടോ? പെണ്ണൊരു നീന്ത് കിട്ടും, ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല സ്ഥിരമായിട്ട് നിൽക്കാൻ ഒരിടം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇന്നലെ നൗഷാദ് തെക്കേലിൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അഭയം തന്ന്, അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. അത്രയും ഒരു സ്നേഹം കാണിച്ച് ഭക്ഷണം വാങ്ങി തന്ന് ഞങ്ങളെ അവിടെ കിടന്ന് കുറച്ച് നേരമായാലും കുറച്ച് നേരം അവിടെ കിടന്ന് നേരം വെളുത്തപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നതാണ്. ഇന്നലെ ആരൊക്കെയാ ഉമ്മയോട് സംസാരിച്ചിട്ടുള്ളത്? ഇന്നലെ ഇവിടെ നിന്ന് എല്ലാവരും സംസാരിച്ച് നൗഷാദ് തെക്കേ അധികൃതരാരൊക്കെയാ അറിയോ? നൗഷാദ് തെക്കേനും സുഹൃത്തും ഒക്കെയാണ് സംസാരിച്ചിട്ട് ഞങ്ങളെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. കളക്ടർ മീഡിയമൊക്കെ സംസാരിക്കും. വേറെ അതൊക്കെ ആളുകളൊക്കെ വന്നുങ്ങാണ്ട് സംസാരിച്ച്, പക്ഷെ അപ്പോഴൊന്നും ഒരു വീട് കിട്ടുന്നതിനെ പറ്റിയിട്ട് യാതൊരു വർത്താനം ഉണ്ടായില്ല. മറ്റേ ഏതോ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് മോനെ വേറെ ഒക്കെ കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞ്, പക്ഷെ അങ്ങനെ കൊണ്ടുപോകാനും മോനും തയ്യാറല്ല. നമുക്ക് അങ്ങനെ പോവാൻ കഴിയുന്നില്ല. നിത്യം മോനും ഞാനും ആട് കുട്ടികളൊക്കെ ഒരുമിച്ച് നിൽക്കാൻ ഒരു ഇടം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുക. ഈ വാടക വീട് നൽകിയ ആൾ കോടതിയെ സമീപിച്ചിട്ടാണല്ലോ നിങ്ങളെ അവിടെ നിന്ന് ഇറക്കുന്നത്. എത്ര വർഷം അങ്ങനെ കുടിശ്ശികയൊക്കെ വരുത്തി? ഈ അവസ്ഥ കോടതി ഒരു ഉദ്യോഗസ്ഥനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നിങ്ങളുടെ ഒരു അവസ്ഥ അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായിട്ടും നമ്മൾ അവസാനം ഇറക്കി വിടാണ്ടായത്. അവർക്ക് ഓലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തതിൻ്റെ വിധിയായിട്ടാണ് ഞങ്ങളെ ഇറക്കി വിടുക ചെയ്തത്. നമുക്ക് വേറെ എവിടെയൊക്കെ പോവാനില്ല. ഞങ്ങൾക്കൊരു വീടാകുന്ന വരെ എന്തെങ്കിലും ഒരു തൽക്കാലം വാടക വീട്ടിലേക്ക് എന്തെങ്കിലും മാറുന്ന വരെ കുറച്ച് സമയം തരണമെന്ന് പറഞ്ഞിട്ട് ഓല് കേട്ടില്ല. സാധനങ്ങളൊക്കെ പുറത്തിട്ടിട്ട് ഞങ്ങളെ ഇറക്കി വിട്ട് വീട് പൂട്ടി സീൽ ചെയ്യാണ്ടായത്. എത്ര കാലഘട്ടത്തിലെ കുടിശ്ശികയാണ് വാടക വന്നിട്ടുള്ളത്? 3.5 വർഷത്തോളമായി ഉണ്ടാവും ഇപ്പോൾ അവിടെ നിൽക്കണേ. നമ്മൾ 2021 ലാസ്റ്റിക്കാണ് അവിടേക്ക് വന്നത്. അതിനുശേഷം ഇന്നലെ വരെ ഞങ്ങൾ അവിടെ തന്നെ. മോള് മരിച്ചതിന് ശേഷമാണോ അങ്ങോട്ട് പോയത്? അല്ല, മോൾ ആ വീട്ടിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. 2022 മരിച്ചത്. 2022 ജനുവരി 19 മോള് മരിച്ചത്. മോനെയും എൻ്റെ പ്രാണികളെയും കൊണ്ട് ഞാൻ അവിടെ പോകും. അറ്റിങ്ങളെ വളർത്തിയും കണ്ട് എന്തെങ്കിലും ഒരു ധാവണം വിചാരിച്ച ഒരു മനസ്സമാധാനം കണ്ടെത്താൻ വേണ്ടിയിട്ട് ആടുകളെ തന്നെ വളർത്തി നോക്കും. എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗമായി കൂടെ നേടാനും പറ്റും എന്നുള്ള ഒരു ഇത്. മോള് മരിച്ചതിന് ശേഷം ഭർത്താവിൽ മരിച്ച്, മോളും മരിച്ച്, പിന്നെ ഈ മോനെയും കൊണ്ട് നിൽക്കാൻ എൻ്റെ മനസ്സ് ആകെ താളം തെറ്റിയ പോലായി. ഈ നാക്കാലികളിങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുന്നതുകൊണ്ടേനും മനസ്സിനൊരു ഇതൊക്കെ ആയിങ്ങാണ്ട് ഇങ്ങനെ വന്നത്. ആരോഗ്യ പ്രശ്നവും കാരണം ജോലിക്കൊന്നും ഇപ്പോൾ പോവാൻ കഴിയില്ല. കുറേ എല്ലാ ജോലിക്കും പോയിണ്ടായിരുന്നു, ഇപ്പം ഒന്നിനും പോവാൻ കഴിയാതായി. ഈ കോഴിക്കോടുകാരാണെങ്കിലും ഈ അവസാനം താമസിച്ച ഇപ്പോൾ ഇറങ്ങി പോരേണ്ടി വന്ന വാടക വീട് മലപ്പുറം ജില്ലയിലാണല്ലോ, ചേലയമ്പ്ര പഞ്ചായത്തിൽ. അവിടുത്തെ പഞ്ചായത്ത് അധികൃതരായിട്ടൊക്കെ നിങ്ങൾ എന്തെങ്കിലും ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? പഞ്ചായത്ത് അംഗമൊക്കെ
പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ജലമ്പ്ര പഞ്ചായത്തിലായാലും എല്ലായിടത്തും ഞാൻ പോയിക്കണ്. നവകേരളയിൽ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാവുമോ എന്ന് വിചാരിച്ചാൽ അതിന് പോയി. ശരി രാഹുൽ.